ധനമന്ത്രി കെ എൻ ബാലഗോപാൽ മാധ്യമങ്ങളെ ഞാൻ പറഞ്ഞു എക്കണോമിക്കകത്ത് ഒരു വളർച്ചയില്ല എന്ന് ഞാൻ പറയാൻ കാര്യം കഴിഞ്ഞ പ്രാവശ്യം 34,20,000 കോടി രൂപയോളാണ് 34,20,000 കോടിയോളമായിരുന്നു നമ്മുടെ ആകെ റവന്യൂ റെസീറ്റ്സ്. അതിപ്പോൾ 35 ലക്ഷം രൂപയായുള്ളൂ എന്ന് പറഞ്ഞാൽ തുകയൊക്കെ വലുതാണെങ്കിലും ഒരു സ്റ്റേറ്റിൽ തന്നെ സാധാരണ 10,000 20,000 ഒക്കെ റവന്യൂ റെസീറ്റ്സ് വർദ്ധിക്കും. ഇന്ത്യ പോലൊരു വലിയ രാജ്യത്ത് റവന്യൂ റെസീറ്റ്സിൽ നിങ്ങൾ അതിൻ്റെ മുമ്പത്തെ കണക്കെടുത്ത് നോക്കിക്കോ. റവന്യൂ വരുമാനത്തിനകത്ത് ഒരു വർഷം കൊണ്ട് 10%, 5% പോലും ഇല്ല. 35 ലക്ഷത്തിൽ നിന്നും ഞാൻ പറഞ്ഞ 34 ലക്ഷത്തിൽ നിന്ന് 35 ലക്ഷം ആവുകയാണെങ്കിൽ എത്രയുള്ള 3%-ത്തിനടുത്തല്ലേ ഉള്ളൂ. അപ്പോൾ അത് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ നികുതി പരിഷ്കാരം മറ്റ് കാര്യങ്ങളെല്ലാം ഇവർ ചെയ്തത് ഇക്കണോമിയെ സ്തംഭിപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പം ബഡ്ജറ്റിൽ നമ്മൾ പറയുമ്പോൾ പലപ്പോഴും ബഡ്ജറ്റിൽ പറയുന്ന കണക്ക് അത്ര അറ്റൈൻ ചെയ്യാൻ ചിലപ്പോൾ പറ്റാറില്ല, പിന്നെ വരുന്ന ക്രൈസിസ് ബാധിക്കുന്നു. അപ്പോൾ ഇന്ത്യൻ എക്കണോമിയുടെ മുന്നോട്ട് പോക്കിനെ വലിയ തോതിൽ ബാധിച്ചിരിക്കുന്നു. ഒരു സ്റ്റാഗ്നേഷൻ ഉണ്ട് പല മേഖലയിലും. ഇപ്പോൾ ചിലവ് കുറയ്ക്കുന്നത് ഇതിനകത്ത് തന്നെ ഉണ്ട്. നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, തൊഴിലുറപ്പ് പദ്ധതി പോലുള്ള പദ്ധതികളിലൊക്കെ വലിയ തോതിൽ വെട്ടിക്കുറച്ചല്ലോ. അത് വാസ്തവത്തിൽ ഗവൺമെൻറ് കയ്യിൽ ആവശ്യത്തിന് പണമില്ല. ഇതിൻ്റെ പല ഘടകങ്ങളുണ്ട്. ഒന്ന്, ട്രംപിൻ്റെ താരിഫ് വാർ വന്നതിന് ശേഷം പല കാര്യങ്ങളും നമ്മൾ കൺസിഡർ ചെയ്ത് കീഴടങ്ങി കൊടുക്കുകയാണ്. ഇപ്പോൾ യൂറോപ്യൻ യൂണിയനുമായിട്ട് വന്നതിനകത്തും അത് തന്നെയാണ്. ഇന്നത്തെ ഈ ടാക്സ് പരിഷ്കാരങ്ങളിൽ പറഞ്ഞേക്കുന്ന മൊത്തം നിങ്ങൾ നോക്കിയോ. വിദേശത്തേക്കുള്ള യാത്ര, വിദേശത്ത് നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ്, വിദേശത്ത് സാധനം മേടിക്കുന്നതിനൊക്കെയുള്ള ടാക്സ് ഇളവുകളല്ലേ വന്നേ. എന്തുകൊണ്ടാണ് ഷെയർ മാർക്കറ്റ് ഒറ്റയടിക്ക് താഴോട്ട് പോയത്? ഷെയർ മാർക്കറ്റ് പലപ്പോഴും എക്കണോമിയായിട്ട് ഡയറക്റ്റ് ബന്ധപ്പെട്ടൊന്നും അല്ല, അതിൻ്റെ ചലനം വരുന്നതെന്നുള്ള കാര്യം ശരിയാണ്. പക്ഷേ വാസ്തവത്തിൽ അങ്ങനൊരു ബേസിക് ആയിട്ടുള്ള കൂടുതൽ കാര്യം വരുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടില്ല. വിദേശ യാത്ര കുറഞ്ഞ ചിലവിൽ കൊടുക്കും. പിന്നെ വിദേശത്ത് പ്രവാസി നിക്ഷേപത്തിൻ്റെ കാര്യത്തിലല്ല, പൊതുവിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ സാമ്പത്തിക രംഗത്ത് ഒരു ഇത്രയും ക്രൈസിസ് വരുമ്പോൾ അതിനെ പരിഹരിക്കാനില്ല. ഞാനത് ഒരു കാര്യം കൂടി പറയാം. GST കാര്യത്തിനകത്ത് ഒരു റീഓർഗനൈസേഷൻ കൊണ്ടുവന്നു, റീസ്ട്രക്ചറിങ് ഓഫ് റേറ്റ്സ്. കഴിഞ്ഞ മാസം തൊട്ട് മുമ്പത്തെ മാസം കിട്ടിയ 2,30,000 കോടിയിൽ നിന്നും 1,70,000 കോടിയിലേക്ക് ഒറ്റ മാസത്തെ വരുമാനം GST കുറഞ്ഞു. ഇങ്ങനെ കുറയുമ്പോൾ പിന്നെ കൈ പണം കാണുമോ? ഇത് ആകെ ഇന്ത്യയിൽ ആകെ വരുന്ന കളക്ഷൻ സെൻട്രലിൻ്റെ കൈ വരുന്ന ആ കണക്കാണ്. അപ്പോൾ എല്ലാ സ്റ്റേറ്റിനെയും ബാധിക്കുന്ന തരത്തിലേക്ക് അത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് പരിഹരിക്കാനുള്ള ഒരു കാര്യവും ഈ ബഡ്ജറ്റിലില്ല. ഇത് ഭാവിയിൽ നമ്മുടെ എക്കണോമിയെ ബാധിക്കുന്ന തരത്തിൽ തന്നെയാണെന്നുള്ളതാണ് ജനറലായിട്ട് എനിക്ക് പറയാനുള്ള ഒബ്സർവേഷൻ. പിന്നീട് അതുപോലെ തന്നെ എടുത്ത് ഓരോ മേഖല നോക്കിയാൽ ഈ ഇതിൻ്റെ പ്രയോറിറ്റീസ് മനസ്സിലാവും. ഈ പ്രയോറിറ്റീസിനകത്ത് എടുത്തേക്കുന്ന വിഷയങ്ങളിൽ നമ്മുടെ ഓരോ മേഖല എടുത്താൽ വളം സബ്സിഡി 1,76,000 പ്രസൻറ്റ് ഇയറിലെ റിവേഴ്സ്ഡ് എസ്റ്റിമേറ്റ്. പക്ഷേ അടുത്ത വർഷത്തേക്ക് വെച്ചേക്കുന്ന 1,70,000 വളം സബ്സിഡി മാത്രം. ആ ഒരു മെയിൻ ഹെഡ് മാത്രമാണ്. ഭക്ഷ്യമേഖലയിൽ ഒരു 2,28,000 ഇപ്പോഴത്തെ റിവൈസ്ഡ് ആയിട്ടുള്ള സബ്സിഡി ഇപ്പോൾ വെച്ചേക്കുന്നത്. അത് 2,27,000 ആയി. സാധാരണ ഏത് സബ്സിഡിയും അല്പം ഇൻക്രീസ് ചെയ്യുകയല്ലാതെ പുറകോട്ട് വരുമോ? പുറകോട്ട് വരത്തില്ലല്ലോ. പെട്രോളിയം സബ്സിഡി അതെനിക്ക് തോന്നുന്ന സബ്സിഡി ഈ പമ്പിങ്ങിനും മറ്റുമൊക്കെ കൊടുക്കുന്ന കാർഷിക മേഖലയെ ബന്ധപ്പെട്ടായിരിക്കും. അത് 15,000 കോടി ഇപ്പോൾ ഉള്ളത് 12,000 കോടിയായിട്ട് കുറഞ്ഞു, 3,000 കോടി കുറഞ്ഞു. കാർഷിക മേഖലയായി ബന്ധപ്പെട്ടിട്ടെടുത്താലും ആരോഗ്യ മേഖല എടുത്താലും ഒന്നും ഇതേ പ്രശ്നം തന്നെയാണ്. അതിനകത്തൊന്നും ഒരു ഇൻക്രീസ് ഇല്ല. ഇപ്പോൾ ആരോഗ്യ മേഖല 98,311 കോടിയുള്ളത് 94,000 കോടിയെ ചിലവാക്കിയുള്ളൂ. ഇപ്പോഴും വലിയ വർധനയൊന്നും വന്നിട്ടില്ല. ഗ്രാമീണ വികസനത്തിൽ 2,65,817 കോടി ഉണ്ടായിരുന്നത് 2,12,000 കോടിയാണ് ചിലവഴിച്ചത്. അത് ചിലവഴിച്ചിട്ടില്ല എന്നുള്ളതാണ്. MNRG ഒക്കെ വരുന്നതാണ്. ഇപ്പോഴും അതേ പ്രവണത തന്നെയാണ്. ശാസ്ത്ര സാങ്കേതിക മേഖല വലിയ വർധനയില്ല. ദുരന്ത നിവാരണ മേഖലയിൽ അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പം ദുരന്ത നിവാരണം നമ്മുടെ പല ദുരന്തങ്ങളും ഉണ്ടാകുമ്പോൾ 24,257 കോടിയായിരുന്നു റിവേഴ്സ്ഡ് എസ്റ്റിമേറ്റിൽ. സാധാരണഗതിയിൽ കൂട്ടിയാണ് വെക്കേണ്ടത്. അത് 22,574 കോടിയായിട്ട് കുറയുകയാണ് ചെയ്തത്. SSK നമുക്ക് ധാരാളം ചർച്ച ചെയ്യുന്ന സ്കൂൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് 41,250 കോടിയായിരുന്നു. അത് 38,000 കൊടുത്തുള്ളൂ. അതിലും ഇൻക്രീസ് ഇല്ല. കേരളത്തിന്റെ സാമ്പത്തിക മേഖലയെ വളരെ മോശം രീതിയിൽ തന്നെ ബാധിക്കും. സംസ്ഥാനത്തിന്റെ ഒരു ആവശ്യവും പരിഗണിച്ചില്ല എന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറയുന്നത്.